ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലഹരിക്കെതിരെ പരിത്യാഗ പ്രാർത്ഥനയും പരിഹാര പ്രദർശനവും. ലഹരിക്കെതിരെ പരിത്യാഗ പ്രാർത്ഥനയും പരിഹാര പ്രദർശനവും. പ്രിയമുള്ളവരെ, ഇടുക്കി രൂപതയിൽ അവിടുത്തെ അഭിവന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ കരിസ്മാറ്റിക് സബ് സോൺ സർവീസ് ടീം അംഗങ്ങൾ, കരിസ്മാറ്റിക് സോണൽ സർവീസ് ടീം അംഗങ്ങൾ, മറ്റ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട മുഴുവൻ അംഗങ്ങളും ചേർന്ന് അഭിവന്യനായ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഒരു പോരാട്ടം വളരെയേറെ പ്രശസ്തനീയമാണ്, ഗ്ലാഹനീയമാണ്. ഇത് കേരളം മൊത്തത്തിൽ വ്യാപിക്കേണ്ടതാണ്. കാരണം മദ്യം, മയക്കുമരുന്ന് ഇതെല്ലാം ഒരു പിശാചായതുകൊണ്ട് ഈ പിശാചിൻ്റെ പ്രവൃത്തികളെ ചേർത്ത് തോൽപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. അവനെ ചേർത്ത് നിൽക്കണം. ഈ ചേർത്ത് നിൽപ്പ് ഇതെല്ലാം ദൈവത്തോട് കൂടി ചേർന്ന്, പ്രാർത്ഥനയോട് കൂടി ചേർന്ന്, ഉപവാസത്തോട് കൂടി ചേർന്ന് നടക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് വലിയ ഉത്തരവാദിത്വബോധത്തോടെ ഇടുക്കി രൂപതയിലെ അഭിവന്ദനായ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ കരിസ്മാറ്റിക് സർവീസ് ടീം അംഗങ്ങൾ ചേർന്ന് നയിക്കുന്ന ഈ ഉദ്യമം വളരെയേറെ അഭിനന്ദനാർഹവും വളരെയേറെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം ഈ പോരാട്ടം എന്ന് പറയുന്നത് വരും തലമുറയെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാനോ എൻ്റെ ജീവിതം കൊണ്ട് എന്ന് ഈ നാട് അവസാനിക്കുന്നതല്ല, വരും തലമുറകൾക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം വരും തലമുറകളുടെ ഭാവി എന്ന് പറയുന്നത് മുഴുവൻ അന്ധകാരപൂർണ്ണമാക്കാൻ വേണ്ടി, അത് ഇരുളടഞ്ഞതായി തീരുവാൻ വേണ്ടിയുള്ള പിശാചിൻ്റെ ഈ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ഈ കഠിനാധ്വാനം വളരെയേറെ വിലപ്പെട്ടതാണ്. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ തിന്മയ്ക്കെതിരെ പോരാടുന്നുണ്ട്. പക്ഷേ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇത് ശരിക്കും പിശാചിനോട് തന്നെയുള്ള യുദ്ധമായതുകൊണ്ട് അതിൽ വളരെയേറെ കഷ്ടപ്പാടുകളും ത്യാഗവും നമ്മൾ സഹിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ലഹരിക്കെതിരെ ഉള്ള ഈ പരിത്യാഗ പ്രാർത്ഥനയെയും ഈ പരിഹാര പ്രദർശനത്തെയും നമ്മൾ വിലയിരുത്തുന്നതും കാണുന്നതും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വളരെയേറെ അനുഗ്രഹം പ്രാപിക്കുന്ന, ഏറ്റവും കൂടുതൽ തിന്മയിൽ നിന്ന് നമ്മൾ മോചനം നേടാൻ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വഴിയായിട്ട് നമ്മളിതിനെ കാണണം. ഇത് കേരളത്തിലുള്ള എല്ലാ രൂപതകളും ഇതൊരു മാതൃകയാക്കി മാറ്റേണ്ടതാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം യാക്കോബ് 4:7 പറയുന്നത്, സാത്താനെ ചേർത്ത് നിൽക്കുവിൻ, അവൻ അപ്പോൾ നമ്മളെ വിട്ട് ഓടിപ്പോയി. ചേർത്ത് നിൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കായിക ബലം കൊണ്ടല്ല പിശാചിനെ ചെറുത്ത് നിൽക്കേണ്ടത്. അത് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ പറയുന്ന പോലുള്ള ചെറുത്ത് നിൽപ്പാണ്. കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിനും കരുത്തുള്ളവരാകുവിൻ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്താണ് നമ്മുടെ ഈ സമരത്തിൻ്റെ ഉദ്ദേശം? കാരണം ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ, ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ, ഒരു പ്രദേശം നിലനിൽക്കണമെങ്കിൽ അവിടെ വളർന്നു വരുന്ന തലമുറകളുണ്ടാകണം. ഈ തലമുറകളുടെ ഭാവി മൊത്തം ഇങ്ങനെ അന്ധകാരപൂർണ്ണമായി കഴിയുമ്പോൾ, ഇരുളടഞ്ഞായി കഴിയുമ്പോൾ, യാതൊന്നിനുള്ള ക്രയശേഷി ഇല്ലെന്നായി കഴിയുമ്പോൾ, സ്വന്തമായിട്ട് ഏറ്റു നിൽക്കാൻ പോലുള്ള ശേഷിയില്ലാതായിരിക്കുമ്പോൾ, ശരിക്കും ഭ്രാന്തി പിടിച്ച അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറുമ്പോൾ ജീവിതത്തിൽ എന്താണ് പ്രത്യാശിക്കാൻ വകയുള്ളത്? ഒന്നും പ്രത്യാശിക്കാൻ വകയില്ലാതെ അവരുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും. അത് പിശാചിൻ്റെ, അത് നമ്മളെ എതിർക്കുന്ന, രാജ്യത്തെ എതിർക്കുന്ന അവരുടെയൊക്കെ കുതന്ത്രങ്ങളിൽ നമ്മൾ പെട്ടുപോവുകയാണ്. നമ്മുടെ രാജ്യത്തെ കറക്കാൻ ഏറ്റവും വലിയ യുദ്ധമായത്. ഈ മയക്കുമരുന്നിൻ്റെ അങ്ങ് ഒഴിക്കാൻ മതി, വരുന്ന തലമുറകൾക്കത് സൗജന്യമായി ആദ്യം വിതരണം ചെയ്ത് തുടങ്ങുക. അതിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു പ്രയത്നമാണ്. ഇതിങ്ങനെ ഒരു തുടർ പ്രക്രിയയായിട്ടിനെ വേണം. ഒന്ന് തുടങ്ങിയിട്ട് അതുകൊണ്ടത് അവസാനിപ്പിക്കാവുന്നതല്ല. ഇത് നിരന്തരമായ ഒരു തുടർ പ്രക്രിയയുമാണ്. ഇത് പൂർണ്ണമായും തുടച്ച് നീക്കുന്നതുവരെയുള്ള ഒരു തുടർ പ്രക്രിയ ഇത് മാറണം. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി ഈ കാര്യത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെൻറ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും ശരിക്കും മനസ്സ് വെച്ചാൽ പൂർണ്ണമായും ഇത് നിർമ്മാർജ്ജനം ചെയ്യും. അവർ ഉത്സാഹിച്ച് വർക്ക് ചെയ്താൽ കേരളത്തിലേക്ക് ഈ സാധനം കടത്തിവിടാൻ പറ്റിയില്ല. അവിടെ ചെന്നാൽ ഒന്നേ പോലീസ് അല്ലെ എക്സൈസുകാർ പിടിക്കുമെന്നൊരു തോന്നലുണ്ടായാൽ തീർച്ചയായും ഇത് നിൽക്കുമെന്ന് 100% ഉറപ്പാണ്. ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ എവിടെയോ ഗവൺമെൻറ് ഇച്ഛാശക്തിയിൽ പിഴവ് വന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തിലാണ് കേരളത്തിൽ ഇതിൻ്റെ വ്യാപാരവും വ്യാപനവും
വിപണനവുമെല്ലാം നടക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇതിനെതിരെയുള്ള പോരാട്ടം വളരെയേറെ ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഈ പോരാട്ടം, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ എതിരെ ഇതുപോലെ ഉപവസിച്ച് സഹനമെടുത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്ത് തന്നെ പ്രത്യക്ഷപ്പെടുന്നത് അത് ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ മുഖം അവിടെ തെളിയുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമുക്കും അവരോടൊപ്പം പങ്കുചേരാം. ഒരു വലിയൊരു പ്രാർത്ഥനയുടെ സപ്പോർട്ട് നമുക്ക് കൊടുത്ത് ഈ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കാൻ, ലഹരിക്കെതിരെയുള്ള സകല പോരാട്ടങ്ങളിലും നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനയും ഉണ്ടാകട്ടെ. ഈശോ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.